ഗൈസ്, ഞാൻ എൽജോ എലിസൻജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ചകളായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊരു സീരീസ് പോലായിരുന്നു. ഓപ്പർച്യൂണിറ്റി കാർഡ്, അതായത് ജർമ്മനി പുതിയതായിട്ട് വന്നിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി കാർഡിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോസ് ആയിരുന്നു അത്. ഫസ്റ്റ് വീഡിയോയ്ക്ക് നമ്മൾ പറഞ്ഞത് എന്താണ് ഓപ്പർച്യൂണിറ്റി കാർഡ്, അതിന് എന്തൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ വേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് സെക്കൻഡ് വീക്ക് നമ്മൾ വന്നപ്പോഴത്തേന് അതിനകത്ത് ഇതിന് എങ്ങനെ അപ്ലൈ ചെയ്യണം, അതിൻ്റെ അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സ് എങ്ങനെയാണ്, ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽഡായിട്ട് രണ്ടാമതൊരു വീഡിയോ കൂടെ ചെയ്തിരുന്നു. അപ്പോൾ ആ രണ്ട് വീഡിയോസ് നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് കാണാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സോ ഞാൻ അതിൻ്റെ വീഡിയോകളുടെ ലിങ്ക് ഞാൻ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ നമ്മുടെ ഐ ബട്ടണിലും ഞാനിവിടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അത് പോയി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയാൻ പോകുന്നത്, കഴിഞ്ഞ രണ്ട് വീഡിയോസ് കണ്ടിട്ട് അതിൽ കുറേ ആളുകൾ കുറേ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡൗട്ട്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാമെന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ മെയിനായിട്ടും പറയാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ ക്വാളിഫിക്കേഷൻ ജർമ്മനി റെക്കഗ്നൈസ് ചെയ്യാം, അതിൻ്റെ പ്രോസസ്സ് എന്താണ്, അതേപോലെ തന്നെ നമുക്ക് ഇതിനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന ലാംഗ്വേജ് ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ ലാംഗ്വേജിൻ്റെ പ്രൊഫഷ്യൻസി എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്, അതേപോലെ തന്നെ അതെങ്ങനെ വെരിഫൈ ചെയ്യണം, അതേപോലെ തന്നെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഫണ്ട് റിക്വയർമെൻറ്റ്സിൻ്റെ കാര്യങ്ങൾ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പോകുന്നത്. സോ അപ്പോൾ നമുക്ക് അധികം താമസിക്കാൻ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്കകത്തേക്ക് പോകാം. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ ഓഫ് കോഴ്സ് അതിന് മറുപടി തരുന്നതായിരിക്കും. സോ നമുക്ക് അധികം വലിച്ചു നീട്ടാതെ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്കകത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യമേ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ നാട്ടിലുള്ളൊരു ക്വാളിഫിക്കേഷൻ, നിങ്ങളിപ്പോൾ MBAയോ BBAയോ എഞ്ചിനീയറിങ്ങോ എന്ത് തന്നെ ആവട്ടെ, നിങ്ങൾ പഠിച്ച എന്ത് കോഴ്സാണെങ്കിലും അതെങ്ങനെ നമുക്ക് ജർമ്മനിയിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളത് നമുക്ക് ആദ്യമേ നോക്കാം. ഈ ഒരു റെക്കഗ്നൈസേഷൻ പ്രോസസ്സ് ചെയ്യാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ അവിടെ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി കാർഡിന് അപ്ലൈ ചെയ്ത് പോകുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. സോ അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ നമുക്ക് ഒഫീഷ്യലി വെരിഫൈ ചെയ്യാൻ നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു വെബ്സൈറ്റാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് ജർമ്മനിയിലുള്ളൊരു ഡാറ്റാബേസ് ആണ്. ഈ ഡാറ്റാബേസിനകത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി നമ്മുടെ ക്വാളിഫിക്കേഷനും നമ്മുടെ യൂണിവേഴ്സിറ്റീസും ഒക്കെ റെക്കഗ്നൈസ്ഡ് ആണോ എന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്കകത്ത് നമുക്ക് ആ ഒരു സെക്ഷനിലേക്ക്, വെരിഫിക്കേഷൻ പ്രോസസ്സിലേക്ക് നമുക്ക് ഒന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ആ വെബ്സൈറ്റിലേക്ക് പോവുകയാണ്. സോ അതിനുവേണ്ടി നമ്മൾ ആദ്യമേ വെബ്സൈറ്റ് നമ്മളിവിടെ എടുക്കുകയാണ്. സോ ഇത് ജർമ്മനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. സോ ഇതിനകത്ത് നമുക്ക് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള സൈറ്റുകളെയൊക്കെ, അതായത് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന യൂണിവേഴ്സിറ്റീസിനെയൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സഹായിക്കും നമ്മൾ. അപ്പോൾ ഈ വെബ്സൈറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ക്രോമിനകത്ത് ഇത് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഇത് നമുക്ക് ജർമ്മൻ ലാംഗ്വേജിലായിരിക്കും നമ്മുടെ വിസിബിൾ ആവുന്നത്. സോ അത് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ വെബ്സൈറ്റ് എടുത്തതിന് ശേഷം നമ്മളോട് ഇവിടെ ചോദിക്കും ഏത് ലാംഗ്വേജ് വേണമെന്നുള്ളത്. ഇപ്പം നോർമലി ഇത് ജർമ്മൻ ലാംഗ്വേജിലാണ് കിടക്കുന്നത്. സോ നമ്മളിതിന് ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. സോ നമ്മളിതിനെ ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്തു. സോ അപ്പോൾ നമുക്ക് റീഡബിൾ ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലേക്ക് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സോ ഇനി നമുക്കിവിടെ ആദ്യമേ നമ്മൾ പഠിച്ച കോളേജ് അല്ലെങ്കിൽ നമ്മൾ പഠിച്ച യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്യുവാണ്. സോ അതിനുവേണ്ടി നമ്മളിവിടെ ആദ്യമേ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഈ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു പേജ് വരും. ഈ പേജിനകത്ത് ആക്ച്വലി നമുക്ക് ഇവിടെ ഇൻഫോ ആയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇതിനകത്ത് നമ്മൾ ഈ ഓരോ കാര്യങ്ങളും നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പാരഗ്രാഫ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ റെക്കഗ്നൈസേഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്ന സാഹചര്യത്തിൽ ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു കോളേജിൻ്റെ സ്റ്റാറ്റസിൻ്റെ സ്ഥാനത്ത് H+ എന്നാണ് കിടക്കുന്നതെങ്കിൽ അതിനർത്ഥം ആ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുണ്ടെന്നുള്ളതാണ്. അതേസമയം ഇവിടെ H- എന്നാണെങ്കിൽ അത് റെക്കഗ്നൈസ്ഡ് അല്ല എന്ന് നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇനി മൂന്നാമത്തെ ഓപ്ഷനാണ് H+ or -. സോ ഈ ഒരു സാഹചര്യത്തിൽ ഇത് പാർഷ്യലി റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സോ അപ്പോൾ നിങ്ങൾക്ക് ഇതിവിടെ വായിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാകും. സോ നമുക്കിനി ഇതിനകത്ത് എങ്ങനെ പോയി ആ യൂണിവേഴ്സിറ്റി വെരിഫൈ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. സോ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓപ്ഷനെ ക്ലിക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടെ കാണുന്ന സീക്ക് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേന് നമ്മളോട് ഇവിടെ നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യാനായിട്ട് പറയും. ആ കൺട്രി സെലക്ട് ചെയ്യുന്നിടത്ത് നമ്മൾ ഏത് രാജ്യമാണോ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ഇന്ത്യ എന്നുള്ളത് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു.
സോ ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഇന്ത്യ എന്നുള്ള ഓപ്ഷൻ കാണിക്കും. അത് കഴിഞ്ഞ് നമ്മളിവിടെ കൺഫേം കൺട്രി സെലക്ഷൻ എന്നുള്ളത് കൊടുക്കുക. സോ അപ്പോൾ നമുക്ക് ഇന്ത്യ എന്നുള്ളത് യുവർ സെലക്ഷൻ അണ്ടറിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. സോ അത് കഴിയുമ്പോൾ നമുക്ക് ഏത് സ്റ്റേറ്റ് ആണെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതല്ല നമുക്ക് ഇനിയിപ്പം ഇന്ത്യയിൽ നമുക്ക് നമ്മുടെ ഏതാണ് കോഴ്സസ്, നമ്മുടെ ഏത് യൂണിവേഴ്സിറ്റി ആണെന്ന് നമുക്ക് ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്ത് യൂണിവേഴ്സിറ്റിയുടെ നെയിം ഇവിടെ മെൻഷൻ ചെയ്താലും നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ, അതായത് നമ്മൾ ഏതാണ് നമ്മുടെ പ്ലേസ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. സോ നമ്മളിപ്പം ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരു യൂണിവേഴ്സിറ്റി, നമ്മൾ പഠിച്ച ഏത് യൂണിവേഴ്സിറ്റിയാണോ അത് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. നമ്മളിവിടെ കേരള എന്ന് സെലക്ട് ചെയ്യുന്നു. കേരള എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്കിവിടെ സ്റ്റാർട്ട് സെർച്ച് എന്ന ഓപ്ഷനുണ്ട്. സോ നമ്മളത് കൊടുക്കുമ്പോഴത്തേന് നമുക്ക് കേരളത്തിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കേരളയുടെ അണ്ടറിലുള്ള ഓപ്ഷൻസ് നമ്മളെ കാണിക്കും. സോ അതേപോലെ തന്നെ നമുക്ക് ഇതിനണ്ടറിൽ നിങ്ങളിപ്പം ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ കേരളത്തിൻ്റെ അണ്ടറിൽ ഇതിനകത്ത് ഡാറ്റാബേസിൽ ആഡ് ചെയ്തേക്കുന്നതിനകത്ത് വരുന്ന മിസ്റ്റേക്സ് ആണ്. നമുക്കിതിനകത്ത് കോട്ടയം എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോട്ടയത്തുള്ള യൂണിവേഴ്സിറ്റീസ് കാണിച്ചു തരും. കോട്ടയത്ത് ഒബ്വിയസ്ലി നമ്മുടെ MG യൂണിവേഴ്സിറ്റി ഉണ്ട്. സോ അത് നമുക്കിവിടെ ലിസ്റ്റഡ് ആണ്. സോ MG യൂണിവേഴ്സിറ്റി ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി നമുക്കിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെയൊക്കെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാകും H+ ആണ്. സോ ഇത് ഓൾറെഡി തന്നെ ഇത് റെക്കഗ്നൈസ്ഡ് ആണ്, ഫുള്ളി റെക്കഗ്നൈസ്ഡ് ആണ്. സോ ഇപ്പോൾ നമ്മളിവിടെ ഒരു യൂണിവേഴ്സിറ്റിയുടെ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു. സോ ഇപ്പോൾ നമ്മൾ MG യൂണിവേഴ്സിറ്റിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ പ്ലസ് ഐക്കനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണും. റെക്കഗ്നൈസേഷൻ സിൻസ് 1983 എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. H+ ആണ് അതിൻ്റെ സ്റ്റാറ്റസ് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആണെന്നുള്ളതും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ആ യൂണിവേഴ്സിറ്റി ജർമ്മനിയിലൊരു യൂണിവേഴ്സിറ്റി ആയിട്ട് ഈക്വലൻസ് ഉണ്ടോ, അത് റെക്കഗ്നൈസ്ഡ് ആണോ എന്നുള്ളത് നമുക്കിങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും. സോ ഇനി രണ്ടാമത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചിരിക്കുന്ന കോഴ്സ് റെക്കഗ്നൈസ്ഡ് ആണോ, അല്ലെങ്കിൽ അത് ജർമ്മനിയിലുള്ള ഒരു കോഴ്സുമായിട്ട് ഈക്വലൻ്റ് ആണോ എന്നുള്ളതാണ് നമുക്ക് അടുത്തത് ചെക്ക് ചെയ്യേണ്ടത്. സോ അത് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ യൂണിവേഴ്സിറ്റി ഡിഗ്രി എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. യൂണിവേഴ്സിറ്റി ഡിഗ്രി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും. ഇതിനകത്തെ ഡീറ്റെയിൽസ് നിങ്ങൾ മൊത്തം ഒന്ന് വായിച്ച് നോക്കുക. വായിച്ച് നോക്കിയിട്ട് ഇതിനകത്തുനിന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങളിത് ഹെൽപ്പ് ചെയ്യും. സോ അത് കഴിയുമ്പോൾ നമുക്കിവിടെ സെർച്ച് ഫോർ ഡിഗ്രി എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുന്നു. സെർച്ച് ഫോർ ഡിഗ്രി എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് നിങ്ങൾക്കിവിടെ ഇന്ത്യയിൽ ഇപ്പം നമുക്ക് ഇന്ത്യ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള ലിസ്റ്റഡ് ആയിട്ടുള്ള റെക്കഗ്നൈസ്ഡ് ചെയ്തിരിക്കുന്ന കോഴ്സസ് എല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. സോ നിങ്ങൾ പഠിച്ചിരിക്കുന്ന കോഴ്സ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ ഇപ്പം BBA പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ BCA പഠിച്ചിട്ടുള്ള ആൾക്കാർ, അതേപോലെ തന്നെ BE പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. സോ ഈ വക കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ട് കാണും. ഇനി കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഓൾ ടൈപ്പ് ഓഫ് ഡിഗ്രീസ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ബാച്ചിലേഴ്സ് 3 ഇയേഴ്സിൻ്റെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മളിവിടെ സെർച്ച് ബട്ടനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാച്ചിലേഴ്സ് മാത്രമായിട്ട് നമുക്ക് ലിസ്റ്റ് ചെയ്ത് നമുക്ക് കാണിക്കും. സോ അതിനകത്ത് നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് BBA ഇവിടെ കാണാൻ പറ്റും. BBA ഓൾറെഡി റെക്കഗ്നൈസ്ഡ് ആണ്. സോ അത് നമുക്കിവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ വായിച്ച് നോക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി, നമ്മളുടെ ക്വാളിഫിക്കേഷൻ ജർമ്മനിയിൽ റെക്കഗ്നൈസ്ഡ് ആണോ എന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ സഫീഷ്യൻറ്റ് ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഫോമും കൂടെ, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ആ പ്രിൻ്റ് ഔട്ട് കൂടെ കാണിക്കാൻ പറ്റുന്നതാണ്. അതായത് ഓൾറെഡി ജർമ്മനിയിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രിയാണ്, അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ പഠിച്ചിരിക്കുന്നതെന്ന് കാണിക്കാൻ നമ്മളെ അത് ഹെൽപ്പ് ചെയ്യും. ഇപ്പം നിങ്ങൾ പഠിച്ച കോഴ്സ് ജർമ്മനിയിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളതാണോ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളതാണോ എന്ന് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് പോകേണ്ട സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ്. ചില ആളുകൾ ചോദിച്ചു ജർമ്മൻ ലാംഗ്വേജ് അറിഞ്ഞാൽ മതിയോ, അതിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ പ്രൊഫഷ്യൻസി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് വേണമെന്നുള്ളത്. ലാംഗ്വേജ് പ്രൊഫഷ്യൻസി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് നമ്മൾ കാണിക്കേണ്ടതായിട്ട് വരും. ജർമ്മൻ ആണെങ്കിൽ നമുക്ക് മിനിമം A1 എങ്കിലും ഉണ്ടാവണം. അതേപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷിൻ്റെ കേസിൽ നമുക്ക് C1 ഓർ എബോവ് നമുക്ക് ഉണ്ടാവണം. സോ അപ്പം ആ ഒരു ലാംഗ്വേജ് പ്രൊഫഷ്യൻസിയുടെ കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാതെ നമ്മൾ ജസ്റ്റ് നമുക്ക് അറിയാം എന്നുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല, നമുക്കത് നമുക്ക് തെളിയിക്കാനുള്ള പ്രൂഫ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. സോ അതാണ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസിയുടെ കാര്യത്തിൽ പറയാനുള്ളത്. ഇനി ആളുകൾ ചോദിച്ചൊരു കാര്യമാണ് നമ്മുടെ ഫണ്ട്, പ്രൂഫ് ഓഫ് ഫണ്ട് നമ്മൾ കാണിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. സോ പ്രൂഫ് ഓഫ് ഫണ്ട് നമുക്ക് വിസയുടെ പ്രോസസ്സിങ്ങിൻ്റെ ടൈമിൽ നമ്മുടെ അക്കൗണ്ടിൽ, ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ, ജർമ്മനിയിലാണ് നമ്മളത് കീപ്പ് ചെയ്യേണ്ടത്. ജർമ്മനിയിലുള്ള ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസ് പ്രൊവൈഡറുടെ അടുത്ത്, അല്ലെങ്കിൽ ഒരു ബാങ്കിൽ നമ്മൾ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ നമ്മൾ അത്രയും എമൗണ്ട്, പറഞ്ഞിരിക്കുന്ന എമൗണ്ട് €1027 പെർ മന്ത് നമുക്ക് താമസിക്കാൻ വേണ്ടി അവിടെ വരുന്ന ആ ഒരു എമൗണ്ട് നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ കാണിച്ചിരിക്കണം, ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ. അത് എൻ്റയർ വിസ പ്രോസസ്സിങ്ങിൻ്റെ സമയത്തെല്ലാം അവിടെ ഉണ്ടാവണം. അതൊരിക്കലും നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ജർമ്മനി ചെന്ന് കഴിയുമ്പം പെർ മന്ത് നമുക്ക് അവിടെ ജീവിക്കാനുള്ള നമ്മുടെ ലീവിങ് എക്സ്പെൻസസ്
ആയിട്ട് നമുക്ക് മന്ത്ലി ഒരു എമൗണ്ട് വീതം നമുക്ക് വിഡ്രോ ചെയ്യാവുന്ന ഒരു ഓപ്ഷനിലായിരിക്കും അത് കിട്ടുന്നത്. അല്ലാതെ ഒന്നിച്ച് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ അല്ല. ഇതല്ലാതെ ആളുകൾ ചോദിച്ച മറ്റൊരു ഡൗട്ടാണ് ഇപ്പോൾ സ്പൗസുമായിട്ട് ഒന്നിച്ച് പോകാൻ പറ്റുമോ എന്നുള്ളത്. സോ അപ്പം ഓപ്പർച്യൂണിറ്റി കാർഡ് വെച്ച് പോകുന്ന ഒരാൾക്ക് സ്പൗസിനെയും കൊണ്ടുപോകാം. പക്ഷേ അവിടെ 2 പേർക്കും ഇൻഡിവിജ്വലി നമ്മൾ ആ പ്രോസസ്സ് ചെയ്തിരിക്കണം. സോ 2 പേർക്കും അതിന് വേണ്ടിയുള്ള ഫണ്ട് ഉണ്ടാവണം. 2 പേരും അതിന് ഈക്വലി ക്വാളിഫൈഡ് ആയിരിക്കണം. നമ്മൾ സ്പൗസിനും അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് അഡീഷണൽ 1 പോയിൻറ്റ് നമുക്ക് ഈവൻ കിട്ടാനുള്ള ചാൻസസ് വരെ ഉണ്ട്. സോ ഇനി കുറച്ച് ആളുകൾ ചോദിച്ചൊരു കാര്യമാണ് ഇതിന് എത്ര സമയം എടുക്കും എന്നുള്ളത്. നമ്മുടെ പേപ്പർ വർക്ക്സ് എല്ലാം പ്രോപ്പറായിട്ട് നടക്കുന്നു, ഡോക്യുമെൻറ്റ്സ് എല്ലാം നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ളത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് നമുക്ക് പ്രൂഫ് തെളിയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. നമുക്ക് എങ്കിലും ഒരു 2 to 4 months ഒക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി കാർഡിൻ്റെ എലിജിബിലിറ്റി ഉണ്ടാവുന്നതാണ്. സോ അതേപോലെ തന്നെ പലരും ചോദിച്ച് കണ്ടു ഈ ഒരു സ്കീം എന്ന് വരെ ഉണ്ടെന്നുള്ളത്. നിലവിലിപ്പോൾ അങ്ങനെ ഇത് എക്സ്പയർ ആവുന്ന ഡേറ്റ് ഒന്നും നിലവിൽ ഗവൺമെൻറ് അറിയിച്ചിട്ടില്ല, അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. സോ ഇതിനി ഓൺഗോയിങ് ആയിട്ട് ഈ ഒരു പ്രോസസ്സ് മുന്നോട്ട് ഉണ്ടാവുമെന്ന് തന്നെയാണ് നമുക്ക് വിചാരിക്കാൻ പറ്റുന്നത്. സോ ഇപ്പം ജോബ് സീക്കർ വിസയുടെ കേസാണെങ്കിൽ നമുക്കറിയാം, അത് ഓൾറെഡി ജർമ്മനിയിൽ ഉണ്ടായിരുന്നു. 6 മാസത്തേക്ക് ഇതേ സ്കീം തന്നെയായിരുന്നു. പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു കണ്ടീഷനേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് അവിടെ പോയി നമുക്ക് ജോലി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളെ ജോബ് സീക്കർ വിസ നമ്മളെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അതേപോലെ തന്നെ ഇത് ഓൺഗോയിങ് പ്രോസസ്സ് അല്ലെങ്കിൽ ഓൺഗോയിങ് വിസയായിട്ട് ഇനി നമ്മുടെ കൂടെ ഉണ്ടാവും തന്നെ നമുക്ക് കരുതാം. പിന്നെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം, നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്തു അല്ലെങ്കിൽ നമുക്ക് ഈ ഉള്ള സഫീഷ്യൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് വിസ കിട്ടണമെന്നൊരു നിർബന്ധമില്ല. വിസ കിട്ടേണ്ടത് അതിൻ്റെ അൾട്ടിമേറ്റ് ഡിസിഷൻ എടുക്കുന്ന എംബസിയിലിരിക്കുന്ന ഓഫീസേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ജർമ്മനിയുടെ സൈഡിൽ നിന്നുള്ള അതിൻ്റെ അതോറിറ്റി ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഇത് കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് മാക്സിമം എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയർ ആയിട്ട് ചെയ്യാൻ സാധിച്ചാൽ ഒരു 99% നമുക്കിത് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പം അതാണ് ബാക്കി. ഇപ്പോൾ ഏതൊരാൾക്കും നമുക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്കിത് റിജക്റ്റ് ആവാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ അതാണ് ഓപ്പർച്യൂണിറ്റി കാർഡിനെ കുറിച്ച് ആളുകൾ കൂടുതലായിട്ടും ചോദിച്ച, എല്ലാവരും അറിയണമെന്ന് ആഗ്രഹിച്ച കുറേ ഡൗട്ട്സ്. സോ അപ്പോൾ ഈ വീഡിയോയിലൂടെ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്നതായിരുന്നു നിങ്ങൾ പരിഗണിക്കുക. അതേപോലെ തന്നെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എന്നോടത് കമൻറ്റ് ബോക്സ് വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ ചോദിക്കാവുന്നതാണ്. ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ ഇനി അങ്ങ് മുന്നോട്ട് പോകുമ്പോഴും ഇതിനെക്കുറിച്ച് വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ അധികം താമസിക്കാതെ തന്നെ നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റ്സ് വരുന്നതനുസരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുന്ന കാര്യം കൂടെ നിങ്ങൾ പരിഗണിക്കുക. സോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നതിന് വരെ ടേക്ക് കെയർ, ബൈ.